ഏഷ്യ കപ്പിൽ സൂപ്പർ ഫോർ ഏകദേശം സ്ഥാനങ്ങളൊക്കെ ഉറപ്പായി. ഏകദേശം അല്ല, എല്ലാ ടീമുകളും ഉറപ്പായിട്ടുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്. അതിൽ ഈ ഗ്രൂപ്പ്, ഇന്ത്യയുടെ ഗ്രൂപ്പിൽ ഇന്ത്യ തന്നെ ഒന്നാം സ്ഥാനത്തെത്താനാണ് സാധ്യത. പക്ഷെ ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത് ഒമാനായിട്ടുള്ള മത്സരം ഇതൊക്കെ കഴിഞ്ഞിട്ട്, പക്ഷെ അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്ത്യ നല്ല രീതിയിലുള്ള നെറ്റ് റൺ റേറ്റിലും എല്ലാ തരത്തിലും ആധിപത്യം ഇന്ത്യൻ ടീമിനുണ്ട്. പിന്നെ ഒമാനെതിരെയുള്ള മത്സരം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇതുവരെ ഒമാനായിട്ട് T20 മത്സരം കളിച്ചിട്ടില്ല. മാത്രമല്ല ഒമാൻ കഴിഞ്ഞ 2 മത്സരങ്ങളിലും പാകിസ്ഥാനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ UAE-നായിട്ടാണെങ്കിലും വൻപൻ തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ തകർത്ത് വിട്ട UAE-നായിട്ട് തോറ്റ ഒമാന് അത്ര വലിയ ശക്തിയൊന്നും ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല ഇന്ത്യൻ ടീം ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുകയാണ്. ഇന്ത്യൻ താരങ്ങൾ ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും നല്ല ഫോമിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുക, ഈ മത്സരം ഒരു സൂപ്പർ ഫോറിന് മുമ്പുള്ള ഒരു വാമപ്പായിട്ട് മാറാനുള്ള സാധ്യതയാണ് ഇന്ത്യയെ സംബന്ധിച്ചുള്ളത്. ഈ ടീമിലേക്ക് വരികയാണെങ്കിൽ പലതരത്തിലുള്ള പല ആളുകളും പലതരത്തിൽ ടീമിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇന്ത്യ ബെഞ്ച് സ്ട്രെങ്ത് ഒന്ന് പരീക്ഷിക്കണം. പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന മത്സരങ്ങളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അത് തന്നെയല്ലേ ഇന്ത്യൻ ടീം ചെയ്യേണ്ടത്. ബെഞ്ച് സ്ട്രെങ്ത് പരിശോധിക്കണം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അതിലേക്കുള്ള പറയാനുള്ളത് നമ്മുടെ ബാറ്റ്സ്മാർക്ക് എല്ലാവർക്കും അവസരം കൊടുക്കാനുള്ള വഴികളിൽ നോക്കണം എന്നാണ്. കാരണം ആകെ 3 താരങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 2 താരങ്ങൾക്ക് മാത്രമേ ഓപ്പണർമാർക്ക് മാത്രമേ ശരിക്കും കളിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ എന്ന് പറയാം. സഞ്ജു ഇതുവരെ പിന്നെ ബാറ്റ് ചെയ്തിട്ടില്ല, ഹർദിക്ക് ബാറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇവർക്കൊക്കെ ഒരു അവസരം കൊടുക്കുകയാണ് പ്രധാനമായിട്ട് വേണ്ടത്. സഞ്ജുവിന് ഓപ്പണിംഗിൽ തന്നെ അല്ലെങ്കിൽ 1 ഡൗൺ ആയിട്ട് ഇറക്കാൻ പറ്റുന്ന ഒരു മത്സരമായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മളിപ്പോൾ സഞ്ജുവിന് വിശ്രമം കൊടുത്തിട്ട് ജിതേഷിന് കൊടുക്കേണ്ട അവസരമാണ്. നമ്മൾ പറഞ്ഞാൽ ബെഞ്ച് സ്ട്രെങ്ത് പരിശോധിക്കുക പറഞ്ഞാൽ കീപ്പിങ്ങിലൂടെ ചെയ്യാവുന്നതാണ്. വേണം ഒരു താരത്തെ പുറത്തിരുത്തിയിട്ട് ജിതേഷിനോട് കീപ്പിംഗ് കൊണ്ടുവരാം, സഞ്ജുവിനെ 1 ഡൗൺ കളിപ്പിക്കണം. കാരണം സഞ്ജുവിന് ഇതുവരെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു മാറ്റങ്ങൾക്ക് അവസരം എന്തായാലും വേണം. അതുപോലെ തന്നെ ബൂംറയ്ക്ക് ഒരു വിശ്രമം കൊടുക്കണം. കാരണം ടെസ്റ്റ് പരമ്പര കഴിഞ്ഞ് വന്ന താരമാണ്. വിശ്രമം കൊടുക്കേണ്ട ആവശ്യമാണ്. കാരണം ഈ മത്സരത്തിൽ നമുക്ക് വലിയ വെല്ലുവിളികളൊന്നും പറയാനില്ല. സൈഫ് പോലെ തന്നെ ഒമാനാണ് ടീം. നമുക്ക് അനായാസം ജയിക്കാമെന്ന് തന്നെ കരുതാം. UAE-ക്കെതിരെ നമ്മൾ പറഞ്ഞാൽ തന്നെ നന്നായിട്ട് കളിച്ചു, നമുക്ക് മികച്ച രീതിയിൽ ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ UAE തോൽപ്പിച്ചൊരു ടീം പറയുമ്പോൾ വലിയ ആശങ്കയില്ല. അപ്പം ഈ ബൗളർമാരുടെ കാര്യത്തിലായാലും ബാറ്റ്സ്മാരുടെ കാര്യത്തിലായാലും ഒരു വിശ്രമം വേണം. ഗില്ലിനും ഒരു അവസരം വിശ്രമം കൊടുക്കാം. ടെസ്റ്റ് കഴിഞ്ഞ് വന്നതാണല്ലോ, അതിൻ്റെ ആവശ്യം അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ കൂടി എന്ന് പറയുകയാണ്, എങ്കിൽ കൂടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ സഞ്ജുവിനെ ഓപ്പണിംഗിൽ കളിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു മൊത്തത്തിലൊരു ഇതിന് വേണമെങ്കിൽ സൂര്യകുമാരി അതിനൊരു വിശ്രമം കൊടുത്തിട്ട് സഞ്ജുവിനെ നായകനാക്കാം. അത് കടന്നതിൻ്റെയാണ് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എന്തുവന്നാലും സ്ട്രെങ്ത് പരിശോധിക്കും, ബെഞ്ച് സ്ട്രെങ്ത് പരിശോധിക്കാനുള്ള മത്സരമായിട്ട് തന്നെ കാണാം. അതുപോലെ തന്നെ സൂപ്പർ ഫോറിനൊക്കെ മുമ്പ് ഒരു വാമപ്പ് മാച്ച്, നമുക്കിപ്പോൾ 2 വാമപ്പ് മാച്ച് കഴിഞ്ഞു. 2ഉം അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. UAE-ക്കെതിരെ നമ്മൾ അങ്ങനെ ആയിരുന്നു, പാകിസ്ഥാനെതിരെ അങ്ങനെ തന്നെയാണ് വന്നത്. അപ്പം ഈ 3ാമത്തെ മാപ്പ് വെച്ചിട്ട് ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് സൂപ്പർ ഫോറിലേക്ക് മത്സരത്തിന് പോകുന്നു. അവിടെ ഇപ്പം വരുന്നത് ശ്രീലങ്ക, ബംഗ്ലാദേശ്, പിന്നെ അഫ്ഗാൻ പുറത്തായി കഴിഞ്ഞു. ശ്രീലങ്കയും ബംഗ്ലാദേശും വീണ്ടും ഈ പാകിസ്ഥാൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെയും ഒരു വെല്ലുവിളികളൊന്നും ഉണ്ടാവില്ല, എങ്കിൽ കൂടി നമുക്കത് കരുതിയിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ മത്സരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ബുംറയെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഹർഷ്ദീപ് സിംഗ് നമുക്കറിയാം T20 ഒരു വിക്കറ്റും കൂടി നേടിക്കഴിഞ്ഞാൽ 100 വിക്കറ്റ് ആകും എന്നുള്ളത്. പിന്നെ മറുവശത്ത് ഹർഷിത് റാണ കളിക്കുന്നുണ്ട്. അപ്പൊ ഇവര് 2 പേരില് കൂടുതൽ സാധ്യത തന്നെയാണ് തീർച്ചയായും. അത് പിന്നെ ഇപ്പൊ ബൂംറയോട് മാത്രം പുറത്തിരിക്കേണ്ടി വരുന്നത് നമ്മളെ ഇതിന്റെ സെറ്റിംഗ് കൊണ്ട് മാത്രം ടൈപ്പ് താരമാണല്ലോ. അതായത് സ്പിന്നർക്ക് കൂടുതൽ വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഹർഷ്ദീപാണ് നമുക്ക് T20 ഇപ്പൊ നമുക്ക് പിന്നെ ബൂംറയ്ക്ക് പിന്തുണ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മികച്ചൊരു ബോളറായിട്ട് വരേണ്ടത്. അപ്പം അത് അദ്ദേഹത്തിന് അവസരം കിട്ടും. ഇനിയിപ്പോൾ ഈ ബാറ്റിംഗ് ഇത്രയും ശക്തിയുള്ള താരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ശിവൻ ദുബേനെ പോലും മാറ്റിയിട്ട് ഹർഷിത് റാണേനെയും കൂടി കളിപ്പിക്കാവുന്ന ഒരു സാഹചര്യം അങ്ങനെയും കൂടി തീർച്ചയായും ശരിയാണ്. ഇപ്പം പറഞ്ഞാൽ ശിവൻ ദുബേക്ക് ഒരു അവസരം കൂടി ഹർഷിത് റാണ കൊടുക്കാം. പക്ഷെ എനിക്ക് പേസ് ബോളിംഗ് നമ്മൾ അധികം പരിഗണന കൊടുക്കുന്ന എനിക്ക് തോന്നില്ല. കാരണം ഈ മത്സരം നടക്കുന്ന പിച്ചുകളുടെ പേസിനെ പേസ് ബോളിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. പക്ഷെ ഓൾറെഡി സ്പിന്നർമാരെ ഇന്ത്യയിൽ കളിപ്പിച്ചിട്ടുണ്ട്. 3 സ്പിന്നർമാരെ ഓൾറെഡി ഉണ്ട്. അഭിഷേക് വരെ പന്തെറിയുന്നുണ്ട്. അപ്പൊ 4 സ്പിന്നർമാര്, അഭിഷേക് പാർട്ട് ടൈം ബോളർ ആയിട്ടാണെങ്കിൽ പോലും സ്പിന്നർ എറിയുന്ന ആളുകൾ അത്രയും ഉണ്ട്. നമുക്ക് റിങ്കു സിംഗിനെ കളിപ്പിക്കാന്നുള്ളതുണ്ടല്ലോ. അവർക്കൊരു ഇത് കൊടുക്കുക. ഈ പറഞ്ഞ തന്നെ ഒരു ബാക്കപ്പ് നമുക്ക് ഫൈനലിലേക്ക് വരുമ്പോൾ ശ്രീലങ്ക ആയാലും പാകിസ്ഥാൻ ആരായാലും വരുന്ന സമയത്തേക്ക് നമുക്ക് ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടി താരങ്ങളുടെ ഒക്കെ ഒന്ന് അവർക്കൊരു ടച്ച് കിട്ടാൻ വേണ്ടി ഒരു അവസരം കൊടുക്കാനുള്ളത് വരുന്നത്. അപ്പം ഇവർക്കൊരു പേസ് ബോളർ ആയിരിക്കും ഹർഷ്ദീപ് തന്നെ ആയിരിക്കും. വേറൊരു പേസ് ബോളർ കളിപ്പിക്കാൻ എനിക്ക് തോന്നില്ല. ഇനി ഒരു സ്പിന്നർ പുറത്തിരുന്നാൽ തന്നെ ഒരു ബാറ്റ്സ്മാനെ കൂടെ ഇറക്കിയിട്ട് 20 ഓവർ ടോസ് കിട്ടി ആദ്യം ബാറ്റ് എടുത്താൽ 20 ഓവർ കളിക്കാൻ അവസരം കിട്ടും. നേരെ മറിച്ചാണെങ്കിൽ സെക്കൻഡ് ബാറ്റിംഗ് നമുക്ക് 20 ഓവർ കളിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അതിന് മുമ്പ് തന്നെ തീർന്നേക്കാം. എന്തായാലും ഈ മത്സരത്തിന്റെ നമുക്കറിയാം അബുദാബിയിലാണ് മത്സരം നടക്കുന്നത്. അവിടെയും സ്പിന്നിന് അനുകൂലമായിട്ടുള്ള ഒരു മൈതാനം തന്നെയാണ്. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ സ്പിന്നർമാരാരെങ്കിലും ഇനി വിശ്രമിക്കാനോ അല്ലെങ്കിൽ കാരണം ഭാവിയുള്ള മത്സരങ്ങളൊക്കെ പ്രതിനിധാക്കിയിട്ട് അവര് സ്പിന്നർമാർക്ക് വിശ്രമത്തിന്റെ ആവശ്യം ഉണ്ടാവുന്ന നമുക്ക് അങ്ങനെ സ്പിന്നർമാർക്ക് വിശ്രമം അനുവദിക്കുന്നത് വളരെ കുറവാണ്. നമുക്കാണെങ്കിൽ പിന്നെ ഒരു താരത്തിന് അവസരം കൊടുക്കാൻ വേണമെങ്കിൽ മാറ്റാതെ ഉള്ളൂ. ഇപ്പൊ അതിന്റെ ആവശ്യം കൊണ്ട് തോന്നില്ല. അക്സറുമായാലും കുൽദീപായാലും വരുണായാലും നന്നായിട്ട് എറിയുന്നുണ്ട്. അതിലിപ്പം
പിന്നെ വരുണും കുൽദീപിനും വരുണും അക്സറിനും കുറച്ചും കൂടി അവസരം കിട്ടേണ്ട, ഒരിക്കലും എടുത്ത് ഒന്നും കൂടി ഒന്ന് ഫോം ഉണ്ട് തെളിയിക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ട്. ഫോം അല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അവർക്കൊരു ആത്മവിശ്വാസത്തിന് വേണ്ടി ഒരു അവസരം കൂടെ കൊടുക്കേണ്ടതുണ്ട്. സ്പിന്നർമാർ എന്തായാലും മാറ്റുന്ന എനിക്ക് തോന്നുന്നില്ല, മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ പേസ് ബോളർക്ക് വരുന്ന അത്രയും വർക്ക് ലോഡ് എന്തായാലും സ്പിന്നർമാർക്ക് വരുന്നില്ല എന്നല്ലാണല്ലോ നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഒമാനെതിരെയുള്ള മത്സരം ഇന്ത്യനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വാമപ്പ് തന്നെയായി മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ സഞ്ജു അഭിഷേക് ശർമ്മയും വളരെ നല്ല രീതിയിൽ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് ഓപ്പണിംഗ് ജോഡിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ശുഭ്മാൻ ഗിൽ അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാൾ ഒന്നും കളിക്കാത്തൊരു സാഹചര്യത്തിൽ സഞ്ജുവിന് ഓപ്പണറായിട്ടുള്ള ഒരു സ്ഥാനം കിട്ടുകയും സഞ്ജു അവിടെ തിളങ്ങി 3 സെഞ്ചുറിയൊക്കെ നേടുകയൊക്കെ ചെയ്തിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രകടനം, ഒരു സഞ്ജുവിന്റെ കരിയറിലെ ഒരു ഏറ്റവും മികച്ച ഒരു സമയം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഏഷ്യ കപ്പിലൊക്കെ വരുന്ന സമയത്ത് സഞ്ജുവിന്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ വരികയും ഒടുവിൽ ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യ വൈസ് ക്യാപ്റ്റനായിട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്ക് അതിന് പല തന്ത്രപരമായിട്ടുള്ള പല കാരണങ്ങളും പറയാനുണ്ട്, ഭാവിയിലേക്കുള്ള നായകനൊക്കെ രീതിയിൽ. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഓപ്പണിംഗിൽ അത്രയും ഫോമിലായി കളിച്ചുകൊണ്ടിരുന്നത്. അവസാനം 5 മത്സരം ഇംഗ്ലണ്ടിനെതിരെ ഫോം ഔട്ട് ആയിട്ടുണ്ട് എങ്കിൽ പോലും ഈ മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു താരത്തെ സഞ്ജുവിനെ ടോപ്പ് ഓർഡറിൽ നിന്ന് മാറ്റുന്നു, മധ്യനിരയിൽ 5ാമതായിട്ട് പോലും ഇറക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അല്ല, ഞാൻ ഈ കാണുന്നത് സഞ്ജുവിന് എന്തായാലും ഒമാനെതിരെ ഓപ്പണിംഗ് സ്ഥാനം അവർ കൊടുക്കില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നം വരുന്നുണ്ട്. ഇപ്പം ഗില്ലിനെ ഞാൻ പറഞ്ഞാൽ വിശ്രമം കൊടുത്ത് സഞ്ജുവിന് ഓപ്പണിംഗ് ഇറക്കി, സഞ്ജു തിളങ്ങി ഇരുന്നട്ടെ, അടുത്ത മത്സരം വീണ്ടും സൂപ്പർ ഫോറിൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? വീണ്ടും പ്രശ്നമല്ലോ ഈ ആരാധകരുടെ. ഒന്നാമത് സഞ്ജുവിന്റെ കേസ്, സഞ്ജു നമുക്കറിയാം ആരാധകരുടെ ഇപ്പം പരിശീലന സെഷൻ ഒരു പിക്ചർ ഇട്ടാൽ ഈ താരങ്ങളെല്ലാം ഹാർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ് എല്ലാവരും ഒരു 5 പിക്ചർ ഇട്ടാൽ 5ന് 500 സഞ്ജുവിന് 50 ലൈക്കുമായിരിക്കും. അത് സോഷ്യൽ മീഡിയയിൽ ഞാൻ പറയാം, ആ വികാരം തന്നെ ഇതിപ്പോൾ നമ്മൾ കാണാറുണ്ട്, ചർച്ചകൾ വരാറുണ്ട്. അത് മാത്രമല്ല ശുഭ്മാൻ ഗില്ലും കുറച്ച് സമ്മർദ്ദത്തിലാണ് കേസ് ലൈക്ക് എണ്ണിട്ടല്ല തീരുമാനിക്കുന്നത്. നമ്മള് കേരളത്തിൽ കിടക്കുന്ന കാര്യം, പക്ഷേ എങ്കിലും പറഞ്ഞതാണ്. അല്ല, അത് സാന്ദർഭികമായിട്ട് പറയണമെന്ന്, കാരണം പ്രത്യേകിച്ച് ഗില്ലിന് അതൊരു സമ്മർദ്ദം നൽകാനുള്ള സാധ്യത അങ്ങനെ ഒരു അത് മാത്രമല്ല ഇത് അങ്ങനെ ഇനിയിപ്പോ എനിക്ക് സഞ്ജുവിന് ഒരു അവസരം കിട്ടിയിട്ട് സഞ്ജു ഫോമിലായില്ലെങ്കിൽ കണ്ടില്ലേ സഞ്ജുവിന് ഇതുകൊണ്ടാണ് പറയാനും പറ്റും. അപ്പൊ അങ്ങനെ രണ്ട് തരത്തിൽ ഇത് വായിക്കപ്പെടും എന്നുള്ള സംശയമൊന്നുമില്ല. പക്ഷെ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിക്കണം എന്നുള്ളത്, ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട് ടീമിലുള്ള ഒരു താരം ബാറ്റ് ചെയ്യാൻ അവസരം ലഭിക്കുന്നില്ലെങ്കിൽ അത് അല്ല, ഈ 2 മത്സരം എന്ന് പറയുമ്പോൾ അത് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാമതായിട്ട് പോലും ഇറക്കിയില്ല എന്നുള്ളതാണ്. ആ ഒരു പൊസിഷനിൽ പോലും ഇറക്കുന്നില്ല എങ്കിൽ പിന്നെ ഏത് പൊസിഷനിലാണ്? കാരണം 5 കഴിഞ്ഞ പിന്നെ 6 ഹാർദിക്കും ഒക്കെ വരുന്നുണ്ട്. ഹാർദിക് ആയിരിക്കും ആ സമയം ഇപ്പൊ ഈ ഡെത്ത് ഓവറുകളിലൊക്കെ ബാറ്റ് ചെയ്യാനാണെങ്കിൽ ഫിനിഷിംഗ് അങ്ങനത്തെ ഹാർദിക് ആയിരിക്കും വരിക. അപ്പൊ സഞ്ജുവിന് ഒരു ബാറ്റർ അല്ലാതെ ഒരു വിക്കറ്റ് കീപ്പർ ആയിട്ട് മാത്രം ടീമിൽ നിർത്തുക എന്നുള്ളത് ഇപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒമാനെതിരെ ഒരു സ്ഥാനക്കയറ്റം, ഒരു പ്രൊമോഷൻ ഫസ്റ്റ് ബാറ്റ് കിട്ടിയാലും വിക്കറ്റ് പോകുന്നുള്ളത് വേറെ കാര്യം. പക്ഷെ എന്നാൽ പോലും പ്രൊമോഷൻ എന്ന് പറയുന്നത് കിട്ടണം എന്നുള്ളതാണ്. അത് പറഞ്ഞിട്ട് ഈ നമ്മളിപ്പോ സെക്കൻഡ് ബാറ്റിംഗ് ഇറങ്ങുമ്പോൾ അവര് 80 റണ്ണും 90 റണ്ണും വിജയലക്ഷ്യം വെച്ചാൽ അഭിഷേകിന് എന്ത് ഒട്ടുപോകാൻ മാത്രമേ ഉള്ളൂ റൺസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? വൺഡൗൺ ആയാലും ഇറങ്ങിയിട്ടാകുമ്പോൾ വൺഡൗൺ അന്ന് സൂര്യകുമാർ ഇറങ്ങിയത് ചെറിയ റണ്ണേ വേണ്ട. സൂര്യകുമാർ 2 ബോൾ കളി ഇറക്കേണ്ട അവസരത്തിൽ ഇറങ്ങിയത്. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ വരുന്നത് അത് അവസാനത്തേക്ക് വരുമ്പോഴേക്ക് അത് സഞ്ജുവിന് കൊടുക്കായിരുന്നു, അവസരം കൊടുക്കായിരുന്നു വലിയ സംശയമൊന്നുമില്ല. പക്ഷെ അതും അത് വേണ്ട, സഞ്ജുവിന് കൊടുക്കാനുള്ളതില്ല. സഞ്ജു വന്നിട്ട് വെറുതെ പോകേണ്ടത് എഴുതിയിട്ട് കൊടുത്തിരിക്കുന്ന വരുന്നത്. അപ്പം നല്ലൊരു മത്സരം വന്നാൽ സഞ്ജുവിനെ തെളിയിക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഒമാനെതിരെ ഫസ്റ്റ് ബാറ്റ് കിട്ടിയാലും ഓക്കെയാണ്, വിക്കറ്റ് പോയാലും റിട്ടയർഡ് ആയിട്ട് പോയിട്ട് ചെയ്യേണ്ടി വരും, അറിയില്ല. അത് എങ്ങനെയാണ് നോക്കേണ്ടി വരും. അല്ല, എന്തായാലും ഈ മത്സരം ഇന്ത്യനെ സംബന്ധിച്ചൊരു എന്താ പറയാ, സെപ്റ്റംബർ 21 ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കാനിരിക്കുകയാണ്. ആ മത്സരത്തിന് മുമ്പുള്ള 21 എന്ന് പറയുമ്പോൾ ഇനി അധികം സമയമില്ല, 2 ദിവസം. ഈ മത്സരം കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കൂടി വരുന്നുണ്ട്. വലിയൊരു നാടകവും എന്താ പറയുക നാടകീയമായ നിമിഷങ്ങളൊക്കെയാണ് ഇനി ഈ ക്രിക്കറ്റ് ആരാധകരൊക്കെ കാത്തിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ. ആ മത്സരത്തിന് മുമ്പ് ഇന്ത്യക്ക് ബെഞ്ചിന്റെ സ്ട്രെങ്ത് പരീക്ഷിക്കാം, അതുപോലെ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ സാധ്യതയുള്ള മാറ്റങ്ങൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും സഞ്ജുവിന് ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോഷൻ കിട്ടിയേക്കാം. ഇനി സഞ്ജുവിനെ ടീമിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും താരങ്ങളെ മാറ്റിയിട്ട് ജിതേഷിന് അവസരം കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഹർസ്റ്റീവ് വരാനുള്ള സാധ്യതയുണ്ട്. ബുംറയ്ക്ക് തീർച്ചയായിട്ടും കൊടുക്കാം. പിന്നെ വിശ്രമം എന്ന് പറയുമ്പോൾ ബുംറ വലിയ പണിയൊന്നും, സ്പിന്നർമാര് നല്ല രീതിയിൽ പണിയെടുക്കുന്നതുകൊണ്ട് വലിയ പണിയൊന്നും എടുക്കേണ്ടി വരുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഹർസ്റ്റീവ് ഇപ്പൊ നമുക്കറിയാം, ഹർസ്റ്റീവ് 99 വിക്കറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അതെ. അപ്പൊ അങ്ങനെ ഒരു അവസരം ഒരുപക്ഷെ കൊടുക്കാം. പിന്നെ റിങ്കു സിംഗിനെ പരീക്ഷിക്കും. ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ബാറ്റിംഗ്, ഹാർദിക് പാണ്ഡ്യക്ക് ബാറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യനെ സംബന്ധിച്ച് ഒരു മൊത്തത്തിലൊരു വാമപ്പ് അല്ലെങ്കിൽ ബെഞ്ച് സ്ട്രെങ്ത് പരീക്ഷിക്കാനുള്ള ഒരു മത്സരം തന്നെയായിട്ട് ഇന്ത്യ ഒമാൻ മത്സരം മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും പെർഫോറിന് മുമ്പ് ഇന്ത്യൻ താരങ്ങളുടെ ഒരു ആത്മവിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു മത്സരമായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സമയം മലയാളം വാർത്തകൾ
ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.